നസ്രിയ നസീമും ഫഹദ് ഫാസിലും തമ്മിൽ ഡിവോഴ്സ് ആയി എന്നുള്ള രീതിക്കുള്ള പല രീതിക്കുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ 2-3 ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിനകത്ത് ഇങ്ങനെ നടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പോഴാണ് നമ്മുടെ നസ്രിയ അത് മെയിനായിട്ട് അപ്പൊ ഇതിന് വരാനായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നസ്രിയ അത്യാവശ്യം സോഷ്യൽ മീഡിയയിനകത്തൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ആ നസ്രിയയുടെ ഭാഗത്തുനിന്ന് കുറച്ച് ദിവസമായിട്ട് ഒരു അനക്കവും ഇല്ലാത്തൊരു രീതിക്കുള്ള ഒരു സംഭവം തന്നെ വെച്ചാൽ അതേപോലെ തന്നെ ഈ റൂമർ എവിടെന്നോ ഈ ആകാശത്ത് നിന്ന് പൊട്ടി വീടുന്നൊക്കെ പറയില്ല, അതേപോലെ എവിടെന്നോ വന്നങ്ങോട്ട് വീട് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അത് കറങ്ങാൻ തുടങ്ങി. അപ്പൊ ഇപ്പൊ അങ്ങനെ നസ്രിയ തന്നെ ഒരു പോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ പോസ്റ്റ് ഇവിടെ സൈഡിനകത്ത് കൊടുക്കുക. അപ്പൊ ആ ഒരു പോസ്റ്റിനകത്ത് നസ്രിയ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, നസ്രിയക്ക് ഇത്തിരി ഇമോഷണലി നമ്മളെല്ലാവരും എപ്പോഴും നമ്മളിങ്ങനെ ചിരിച്ചു കളിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയനകത്തെല്ലാം നമ്മൾ കാണിച്ചു വയ്ക്കും. പക്ഷെ നമ്മുടെ റിയൽ ലൈഫിനകത്തേക്ക് വരുമ്പോഴാണ് നമ്മൾ ഏതൊരു സിറ്റുവേഷനകത്ത് കൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമുക്ക് മാത്രമായിരിക്കും അറിയുന്നത്. നമ്മൾ പബ്ലിക്കിനെ കാണിക്കുന്നതായിരിക്കില്ല റിയൽ ആയിട്ടുള്ള നമ്മളിപ്പോ നസ്രിയയുടെ കേസ് എടുത്തു കഴിഞ്ഞാലും പുള്ളിക്കാരിക്കും ഒരു ഇമോഷണലി ഡൗൺ ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പുള്ളിക്കാരി ഇങ്ങനെ ഒരു കാര്യങ്ങളും അതായത് സോഷ്യൽ മീഡിയനകത്തൊന്നും പോസ്റ്റ് ചെയ്യാത്തതും അതേപോലെ തന്നെ എന്താണ് പുള്ളിക്കാരി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്നൊന്നും പറയാത്തതിൻ്റെയൊക്കെ റീസൺ അതാണെന്നുള്ള രീതിക്ക് പുള്ളിക്കാരി ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായി. പിന്നെ അത്യാവശ്യം എല്ലാവരോടും താങ്ക്സും അതേപോലെ തന്നെ സോറിയൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടേച്ചത്. അപ്പൊ ആ ഒരു പോസ്റ്റ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് വ്യക്തമാണ് ഇവർ തമ്മിലങ്ങനെ പ്രശ്നമൊന്നുമില്ല. അതായത് ഇവർ ഈ പറഞ്ഞു കിടക്കുന്ന പോലെ ഡിവോഴ്സ് അതേപോലത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതേപോലത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവർ തന്നെ അത് പബ്ലിക്കായിട്ട് വന്നിട്ട് പറയും. അല്ലാണ്ട് നമ്മൾ വെറുതെ ഈ ഊഹാപോഹങ്ങളൊക്കെ പറഞ്ഞിട്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ട്. ഇപ്പൊ ഇവരുടെ കമന്റ് ബോക്സ് ഒക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് പല കമന്റുകളും കാണാൻ പറ്റും. ഇവർ തമ്മിൽ ഡിവോഴ്സ് ആയോ, അതല്ല നമ്മൾ ഉദ്ദേശിച്ച സംഭവം അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിക്കുള്ള കമന്റുകൾ നമുക്ക് ഒരു കമന്റ് ബോക്സ് എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ നസ്രിയ പ്രഗ്നന്റ് ആണെന്നുള്ള രീതിക്ക് അങ്ങനെ വിചാരിച്ചു ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി നസ്രിയ പ്രഗ്നന്റ് ആവാനായിട്ട് നസ്രിയനേക്കാളും അല്ലെങ്കിൽ ഫഹദിനേക്കാളും ആഗ്രഹം കാണുന്നവർക്കാണെന്ന് തോന്നുന്നു. കാര്യം അവരത്രയും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് നസ്രിയ പ്രഗ്നന്റ് ആണോ, നസ്രിയക്ക് ഒരു കുഞ്ഞിക്കാല് കാണാനൊക്കെയാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ ആൾക്കാരൊക്കെ കാത്തിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുള്ളാട്ടെ ഇവരുടെയൊക്കെ ആ ഒരു സൈക്കോളജി എന്താണ്. അതേപോലെ ഡിവോഴ്സ് ആവാനായി ഇവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണമായിരുന്നു തോന്നുന്നു. നസ്രിയയുടെ ഭാഗത്തുനിന്ന് ഡിവോഴ്സ് ആയി എന്നുള്ള രീതിക്ക് ഒരു റിപ്പോർട്ട് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണമായിരുന്നു തോന്നുന്നു. അതുകൊണ്ട് ഇത് കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഡിവോഴ്സ് ആണെന്ന് വിചാരിച്ചു. അത് സങ്കടമൊക്കെ പോലെ ഡിവോഴ്സ് ആണെന്ന് വിചാരിച്ചു അങ്ങനത്തെ രീതിക്ക് പറയില്ല. അപ്പൊ അതേപോലത്തെ സംഭവങ്ങളൊക്കെയാണ് ഇപ്പൊ നമുക്ക് കമന്റ് ബോക്സിനകത്താണെങ്കിലും പല സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇങ്ങനെ ഒന്നും ചിന്തിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. നമ്മൾ എന്തിനീ കണ്ടവന്റെ ജീവിതത്തിനകത്ത് ഇപ്പൊ അവര് ഡിവോഴ്സ് ആകുമ്പോഴത്തേക്കും അത് കണ്ട് സന്തോഷിക്കുക അല്ലെങ്കിൽ അത് കണ്ട് അതിനകത്തേക്ക് ഇത്രയും ഇൻവോൾവ് ആയിരിക്കേണ്ട കാര്യം എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ എന്തായാലും അവരുടെ ലൈഫിനകത്ത് നല്ല ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. അപ്പൊ അതേപോലെ തന്നെ അവർ മുമ്പോട്ട് പോട്ടെ. ഇനി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് പറയാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം അവർ വന്നിട്ട് പറയട്ടെ. അല്ലെങ്കിൽ നമ്മളായിട്ട് വെറുതെ ഊഹാപോഹങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞത്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്? എല്ലാം വീഡിയോയുടെ കമന്റ് ഇടാം. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും.